വെറും വില്ലനല്ല, ഇതുപോലത്തെ ഒരു വയലന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. എവിടെയായിരുന്നു ഇത്രയും കാലം? ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് വാഹനങ്ങൾ. ഞാൻ അങ്ങോട്ട് തന്നെ പോകും. ഞാനിത് അടിച്ചിട്ട് ആക്ച്വലി ആ കുട്ടിയുടെ തലയിൽ സിലിണ്ടർ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്നത് ഞാൻ. എന്നിട്ട് അതിനുശേഷം മറ്റേ പെൺകുട്ടി ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഞാൻ ക്യാമറയോട് നോക്കി ഇങ്ങനെ ബ്ലഡ് നിന്നൊക്കെ എടുക്കുന്ന സീൻ. അച്ഛൻ ഫസ്റ്റ് പറഞ്ഞതാ, ഹനീഫ് ഉദ്ദേശിക്കുന്നത് മൊത്തം സ്വാഗ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ നീ ലുക്ക് കറക്റ്റ് ചെയ്യണം. ശബ്ദത്തിന് തന്നെ ആരാധകരുള്ള നടൻ. ഞാൻ അതിനകത്ത് എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹനീഫ് സാർ എന്നെ കൊണ്ട് ചെയ്യിക്കും. ഹനീഫ് സാർ കറക്റ്റായിട്ട് എന്നെ യൂസ് ചെയ്തു. എൻ്റെ ഈ ഒരു ക്യാരക്ടർ എല്ലാവരും വെറുക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും. ഞാനായാലും സിനിമ എടുത്ത സമയത്ത് അവരെല്ലാം പറഞ്ഞു, നിന്നെ ഇനി സ്ത്രീകളൊക്കെ വെറുക്കും, നിനക്ക് പെണ്ണിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു വില്ലനെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രമേൽ സ്നേഹിക്കുന്ന അടുത്ത കാലത്ത് നിങ്ങളെ ആയിരിക്കും. ഇത്രയും വലിയ നെറുകേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു, തിയേറ്ററിൽ വെച്ച് പറഞ്ഞു. സിലിണ്ടർ സ്റ്റാർ എന്നൊരു പേര് വീണു കേൾക്കുന്നു. സിലിണ്ടർ സ്റ്റാർ ഒരുപാട് നായകനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട വില്ലൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും. ചേട്ടൻ മുന്നൊരു ഒറ്റ ചോട്ട് നെച്ചത്ത് ഇത്തരം പൊട്ടിക്കാത്ത പാക്കറ്റാണ്. ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോട്ടായി എന്ന് പറഞ്ഞ് വേഗങ്ങൾ കയറി ഒറ്റ ചോട്ട്. അപ്പോൾ ഉള്ളി ചോദിച്ചു, എന്താണ് ഉപയോഗിച്ച് എന്തോ ഫോൺ വല്ലോണം പറഞ്ഞാൽ ഷെറീഫിക്കയുടെ പ്രൊഡ്യൂസറിന്റെ മകള് അവരെല്ലാരും എന്നെ ബിസ്ക്കറ്റ് വില്ലെന്നാണ് പറഞ്ഞത്. പ്രജ, ബലരാമൻ, പിന്നെ കസ്തൂരിമാൻ. അച്ഛനെയൊക്കെ അവരുടെ പേര് കളയാതെ ആ ഒരു പാരമ്പര്യം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം, ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വിചാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമസ്കാരം, കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം വെള്ളിയാഴ്ച ഓരോ സിനിമാ പ്രേമികളുടെയും അല്ലെങ്കിൽ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നവരുടെയൊക്കെ തലവര മാറുന്ന ദിവസമാണ്. മലയാളത്തിന് വീണ്ടും ഒരു താരോദയം കൂടെ ഉണ്ടാവുന്നു. അഭിമന്യു ഷമ്മി തിലകൻ, സ്വാഗതം. അഭിമന്യു, എന്താ പറയണ്ടേ, അഭിമന്യു ഷമ്മി തിലകൻ, ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ? മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് അഭിമന്യു വരുന്നത്. എന്തുകൊണ്ടാണ് മാർക്കോ? ഇതുപോലൊരു ദിവസം ഉണ്ണിച്ചേട്ടൻ എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു, വാട്സാപ്പ് ചെയ്തു, ഇതുപോലെ ഹായ് അഭിമന്യു, ദിസ് ഉണ്ണിമുകുന്ദൻ. അങ്ങനെ ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം ഹനീഫ് അദേനി അദ്ദേഹം എന്നെ ഒരു വില്ലനാണ്, വെറും വില്ലനല്ല, ഇതുപോലത്തെ ഒരു വില്ലൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കൂടുതലൊന്നും കേൾക്കേണ്ടി ഇരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഒരു വെറും വില്ലനല്ല, ഇതുപോലത്തെ ഒരു വയലന്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. പിന്നെ ബാക്കി ഞങ്ങൾ അതിനുശേഷമാണ് ഞങ്ങൾ സ്റ്റോറിയെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്, അപ്പോൾ അത്ര ഈസി ഒന്നുമല്ല ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിൻ്റെ പഠനകാലം എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും PSC എഴുതിയിട്ടുണ്ട്, BSNL ജോലി കിട്ടിയിട്ടുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് സിനിമ? അല്ല, എനിക്ക് അങ്ങനെ നിൽക്കാനായിരുന്നില്ല. എനിക്ക് സിനിമ തന്നെയായിരുന്നു എനിക്കിഷ്ടം. സിനിമ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ കൊച്ചിലായിട്ടുള്ള എൻ്റെയും വീട്ടുകാരുടെയൊക്കെ ആഗ്രഹം തന്നെയായിരുന്നു, സിനിമയിൽ കയറണം എന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. അപ്പോൾ ആ കൊച്ചിലെ തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടിയും അച്ഛൻ ഒരു വിധത്തിലും സഹായിച്ചിട്ടില്ല. അല്ല, അങ്ങനെ എനിക്ക് അങ്ങനെ സഹായിക്കാൻ വേണമെന്ന് മീൻ ഓഫ്കോഴ്സ് തോന്നിയിട്ടുണ്ട് അച്ഛൻ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എന്ന്. പക്ഷേ പിന്നെ ഞാൻ അന്ന് എനിക്ക് അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആലോചിച്ച് എന്തിനാ അങ്ങനെ വേണ്ട, ഞാൻ എൻ്റെ രീതിയിൽ കയറട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അച്ഛനും അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ എനിക്ക് പിന്നെ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനും ചെയ്യാൻ പോലെ പിന്നെ വരുമല്ലോ, എന്തായാലും എപ്പോഴെങ്കിലും കിട്ടും. ഈ എങ്ങനെയാണ് ഉണ്ണി മുകുന്ദൻ കണ്ടെത്തിയത് അഭിയെ? പലയിടത്തും ഇതുപോലെ വാട്സപ്പിൽ ഉണ്ണി മെസ്സേജ് ചെയ്തു എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് ആ കണ്ടെത്തലുണ്ടായത്? എനിക്ക് ഉണ്ണിച്ചേട്ടനെ അറിയാം. ഉണ്ണിച്ചേട്ടൻ എന്നെ അറിയില്ലായിരുന്നു, ഞാനിങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെനീം സെയ്ദ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്. പുള്ളിയാണ് എന്നെയും കബീർജീനെയും യുക്തിനെയൊക്കെ മാർക്കോയിലോട്ട് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ പുള്ളി എൻ്റെ ഒരു പഴയ ഫോട്ടോ, അതായത് ഞാനും അച്ഛനോട് നിൽക്കുന്ന ഒരു എഡിറ്റഡ് ഫോട്ടോ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഭയങ്കര വൈറലായിരുന്നു. അന്ന് ഈ മനുഷ്യൻ അതുപോലെ ആ ഫോട്ടോ കണ്ട് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെനിക്കതൊരു 2 years ബാക്ക് എന്തോ ആണ് ആ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിരുന്നത്, ഞാനും ആ പയ്യനും ഇട്ടിരുന്നത്. പക്ഷെ അതിപ്പോഴാണ് അതിൻ്റെ ഇത് വന്നത്. അത് നമ്മളിലേക്ക് അല്ലേ, നമ്മുടെ വിധി ഇപ്പോഴാണ് ഓൺ ആയത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും, എനിക്ക് തോന്നുന്നു അഭി തന്നെ പറയുണ്ടായി, ഒത്തിരി ഇന്റർവ്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇന്റർവ്യൂവിന്റെ താഴെയൊക്കെ പലരും വന്ന് എവിടെ ആയിരുന്നു ഇത്രയും കാലം ചോദിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം? അല്ല, എനിക്കിപ്പോൾ പഠിത്തം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എനിക്ക് കൊച്ചിലേക്ക് ഒരുപാട് ഓഫീസ് വന്നിട്ടുണ്ട്. പക്ഷെ അന്നേരം വീട്ടുകാരതിന് പറയുമായിരുന്നു, ഞാൻ എന്തുകൊണ്ട് എന്നെ നേരത്തെ വിട്ടാൽ, എനിക്ക് അന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് വീട്ടുകാർ പറഞ്ഞിട്ട് ഇപ്പോഴേ വേണ്ട,
എൻ്റെ സ്കൂളും കോളേജും ഒക്കെ കഴിയട്ടെ. ഇവിടെ സ്കൂളും കോളേജും കഴിഞ്ഞല്ലോ, പിന്നെ എന്താ വിടാത്തത്? അപ്പോൾ പിന്നെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടട്ടെ, നല്ലൊരു എൻട്രൻസ് കിട്ടട്ടെ, പിന്നെ അത് മാത്രമല്ല നീ സെറ്റിൽ ആവട്ടെ. കാരണം സിനിമ ഓഫ് കോഴ്സ് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അത് അതും ഇല്ല ഇതും ഇല്ലാത്ത അവസ്ഥയാവും. സിനിമയിൽ നമ്മൾ ഇതായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പിന്നെ അങ്ങോട്ടേക്ക് ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കും ഒന്നും ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ആയതിനു ശേഷം കയറാം എന്നുള്ള പ്ലാൻ വിചാരിച്ചിട്ട് ഈ ഇതിൽ വന്നത്. അപ്പോൾ അബിയുടെ ബാക്കപ്പ് പ്ലാൻ എന്താണ്? ബാക്കപ്പ് പ്ലാൻ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, കാറിൻ്റെ ഒക്കെ ഒരു സംബന്ധിച്ച ബിസിനസ് ഉണ്ട്, കുഴപ്പമില്ല പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് വാഹനങ്ങൾ, ഞാൻ അങ്ങോട്ട് തന്നെ പോകും. അതെ, ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു തികഞ്ഞ കാർ പ്രേമി. നമുക്ക് കാർ മാത്രമല്ല ബൈക്കും അത്രയും ഇഷ്ടമുള്ളൂ. ഇപ്പം സിനിമയിൽ വന്നപ്പോഴും ആ ഭാഗ്യല്ലേ, ഡിഫൻഡറിന്റെ കളിയോട് കളി. ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള വാഹനം? ഏതാണ്? അയ്യോ അങ്ങനെ പറയുന്നത് ശരിയല്ല. അച്ഛൻ എനിക്ക് നീ ഒരു BMW എടുത്തപ്പോ ഇത് അവന് വേണ്ടി അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു തോന്നില്ലേ, അവന്റെ ഇഷ്ടപ്രകാരം. അത്രത്തോളം ഇഷ്ടമാണ്. എന്താ ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സിനിമയിൽ ഈ ഡിഫൻഡറുമായിട്ടുള്ള ഒരു സിനിമയിലാണോ ആദ്യമായിട്ട് ഡിഫൻഡർ ഓടിക്കുന്നതോ? അല്ലല്ല, ഫ്രണ്ട്സിനുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു സിനിമയിൽ ഇത്രയും വണ്ടിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എക്സൈറ്റ്മെന്റ്? 1, 2, 3 ഒന്നല്ലല്ലോ. ഫസ്റ്റ് ഡേ ഇഷ്ടം പോലെ വണ്ടി, കുറെ ഡിഫൻഡറിൽ, പിന്നെ ജി വാഗൺ, അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു. അതും ഫസ്റ്റ് ഇവിടെ തന്നെ ഇത്രയും ഐക്കോണിക് ആയിട്ടുള്ള വണ്ടികൾ കിട്ടുക, ഇവരുടെ കൂടെ തന്നെ ഇത്ര ഐക്കോണിക് വണ്ടികൾ കിട്ടുന്ന ഭയങ്കര ഒരു പ്രത്യേകിച്ചൊരു ഒരു കാർ ഗായ് എന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ ഉണ്ടെന്ന് കുറച്ചുകൂടെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. ഈ മലയാളത്തിൽ ഇപ്പം ഇത്രയും ക്രൂരനായ ഒരു വില്ലനെ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്ന ഒരു സ്റ്റൈലിഷ് എന്നെല്ലാവരും പറയുന്നു. അപ്പൊ ആ ഒരു സ്റ്റൈലിന് പിന്നിൽ അബിയുടെ തന്നെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്? അല്ല, ഞാൻ എൻ്റെ ഇപ്പൊ സ്റ്റൈലായാലും സ്വാഗാണെങ്കിലും എല്ലാം ഹനീഫ് സാറിന്റെ കാഴ്ചപ്പാടാണ്. ആ ക്യാരക്ടറിന് ഇന്നത് വേണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനുശേഷം ഹനീഫ് സാറോട് ഇരുന്ന് എങ്ങനെയാണ് ഈ ക്യാരക്ടർ, എന്തൊക്കെയാണ് ഈ റസൽ എന്നുള്ള കാരന്റെ സ്വഭാവം എന്താണ്, അയാൾ ഫുൾ ആറ്റിറ്റ്യൂഡ് എടുത്തുമാണ്, സ്റ്റൈൽ സ്വാഗാണ്, ഒരു അമേരിക്കയിൽ നിന്ന് വന്ന ഒരു US നിന്ന് വന്ന ഒരു കെമിക്കൽ എഞ്ചിനീയർ, അങ്ങനത്തെ സംഭവമാണ്. അപ്പോൾ നീ ആ രീതിക്ക് വേണം മൊത്തം ചെയ്യാൻ. അപ്പോൾ ഞാൻ ശരി, അപ്പോൾ ഇതിന് വേണ്ടി എങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് കണ്ടിട്ട് മുമ്പിലിരുന്ന് എങ്ങനെയൊക്കെ എനിക്കിതിനെ ചെയ്യാം എന്നൊക്കെ ഞാൻ പിന്നെ അല്ലാതെ കുറേ റെഫറൻസുകൾ കുറേ ചെക്ക് ചെയ്തു. പിന്നെ അച്ഛൻ കുറേ എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. അച്ഛൻ കുറേ പറഞ്ഞു തന്നു. അച്ഛൻ ഫസ്റ്റ് പറഞ്ഞു തന്നതല്ല, ഹനീഫ് ഉദ്ദേശിക്കുന്നത് മൊത്തം സ്വാഗ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അപ്പോൾ നീ ലുക്ക് കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിനകത്ത് ഓരോ ലുക്ക് കണ്ടെടുത്ത് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുള്ള ഓരോ ലുക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നോക്കുന്നത്. അതൊക്കെ അതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അച്ഛൻ പറഞ്ഞു തന്നിട്ടാണ് ആ ഷാർപ്പായിട്ടുള്ള ലുക്സ് ഒക്കെ ഞാൻ കൊടുത്തതെല്ലാം. അച്ഛൻ്റെ ഇത് തന്നെ, ആ പുള്ളി പറഞ്ഞ കുറേ ടിപ്സാണ് അതെല്ലാം. കാരണം ഈ സിനിമ കണ്ട പലരും ഞാൻ അബിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും, ഇപ്പം ഞങ്ങളുടെ ഈ ക്രൂവിൽ തന്നെ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഒന്നും നിങ്ങളെക്കുറിച്ച് പറയാനില്ലാന്ന്. അത്രമേൽ അത് പെർഫെക്റ്റ് ആക്കി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അല്ലേ അബി? ഫസ്റ്റ് സിനിമ വില്ലനെ അത്രമേൽ ആൾക്കാർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ആയാലും എത്ര സിനിമ കഴിഞ്ഞാൽ പോലും ആൾക്കാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലയാളികൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളത്. പെർഫെക്റ്റ് എന്ന് പറയുന്നില്ല, എനിക്ക് ഇപ്പം ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹനീഫ് സാർ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹനീഫ് സാർ കറക്റ്റായിട്ട് എന്നെ യൂസ് ചെയ്തു. എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല. ക്യാമറയുടെ ബാക്കിൽ നിന്ന് അച്ഛനൊക്കെ അഭിനയിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, കണ്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. ക്യാമറയുടെ മുമ്പിൽ നിന്നല്ല എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം പോയിട്ട് ഫോട്ടോ എടുക്കുന്നുള്ളതല്ലാതെ ഇങ്ങനെ സംബന്ധിച്ച് യാതൊരു എക്സ്പീരിയൻസ് എനിക്കില്ല. അപ്പം ഞാൻ അവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഹനീഫ് സാർ എന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നുള്ളൂ. ആ ഡയറക്ടർ എന്നെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു, ആ ആക്ടറിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഹനീഫ് സാറിന് തന്നെയാണ്. ഇത്രയും സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാ ബിഗ് സ്ക്രീനിൽ ആദ്യത്തെ സീൻ കണ്ടപ്പോൾ എന്തായിരുന്നു ഉള്ളിൽ നിന്നുള്ളൊരു? അത് ഭയങ്കര പേടിച്ചില്ല. ഞാൻ തിയേറ്ററിലോട്ട് വരുമ്പോഴേ നെഞ്ചൊക്കെ ഇടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ എനിക്ക് പറ്റുന്നില്ല, ആളുകളെല്ലാം നിൽക്കുന്നത്, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഫസ്റ്റ് സീൻ കാണിച്ചപ്പോഴും ഞാൻ പല്ലൊക്കെ അടിച്ചിരിക്കുമല്ലോ, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല അഭിനയിച്ചത്. എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഇപ്പോൾ എനിക്ക് ഒരവസരം കൂടെ തന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ മാർക്കോ ഒന്നുകൂടെ എൻ്റെ ക്യാരക്ടർ ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാമെന്ന് എനിക്ക് ഒരുപാട് എടുത്ത് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നിൽ കാണുമ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പക്ഷേ അതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആക്കാറുന്നില്ല. കാരണം ഫസ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, മനസ്സിലായോ? എനിക്ക് സീറോ ഐഡിയ. പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ആദ്യത്തെ ഷോ കണ്ടത്? ഫസ്റ്റ് ഡേ അച്ഛനും അമ്മയും ഫ്രണ്ട്സും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു സിസ്റ്ററും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിലൂടെ പോയി കണ്ടത്. അയ്യോ, അതൊരു വല്ലാത്തല്ലേ ഇപ്പോഴും ആലോചിക്കുമ്പോൾ. അതുപോലെ തന്നെ എല്ലാവരും ഈ കമന്റുകളുടെ കാര്യം പറഞ്ഞല്ലോ, ഏറ്റവും പറയുന്നത് സൗണ്ട്, സ്ക്രീൻ പ്രസൻസ്, സൗന്ദര്യം, അങ്ങനെ തുടങ്ങി എല്ലാം ഉള്ള ഒരാൾ എന്നുള്ളത്. അതൊരു അമിത പ്രതീക്ഷയല്ലേ ശരിക്കും? അതെന്ന് വെച്ചാൽ ഇനിയുള്ളതിനകത്ത് അതുപോലെ കൊടുക്കണമെന്നില്ലെങ്കിൽ അത് വലിയൊരു ഇഷ്യൂ ആവും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പേടിയാണ്. ഇത്രയാവുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ, ഫിലിം ഓഫ് കോഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നു.
പക്ഷെ എൻ്റെ ഈ ഒരു ക്യാരക്ടർ എല്ലാവരും വെറുക്കുമെന്നാണ് ഞങ്ങളെല്ലാവരും, ഞാനായാലും സിനിമ എടുത്ത സമയത്ത് അവരെല്ലാം പറഞ്ഞു നിന്നെ ഇനി സ്ത്രീകളൊക്കെ വെറുക്കും, നിനക്ക് പെണ്ണിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നൊക്കെയായിരുന്നു പറഞ്ഞത്, സിലിണ്ടർ സീനൊക്കെ എല്ലാവരും അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ആരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു എന്ന്. അല്ല, നിങ്ങൾ ഇപ്പൊ നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് കണ്ട ചുറ്റും നിൽക്കുന്നതിന്റെ ക്രൂ ആൾക്കാരൊക്കെ പറയുന്നു അങ്ങനെ അല്ലായിരുന്നു, അതിലും മേലെ കൊല്ലേണ്ടിയിരുന്നു, അങ്ങനത്തെ കമന്റ് കേട്ടിരുന്നില്ലേ? ഇഷ്ടം പോലെ നിങ്ങൾ അങ്ങനെ ഒന്നും അറിയുന്നില്ല കൊല്ലേണ്ടത്, കുറച്ചുകൂടെ ആയിട്ട് കൊല്ലണം. ആ മാർക്കോ പറഞ്ഞല്ലോ ചോര കൊണ്ട് എന്താണ്, ചോര കൊണ്ട് എന്താ കുളിപ്പിച്ച് കൊല്ലണം, ചോര കൊണ്ട് കുളിപ്പിച്ച് കൊല്ലണം, ഇങ്ങനെ ഹൃദയം എടുത്തിട്ട് ഒന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്. ഇപ്പം നമ്മൾ പറയുന്ന അഭിമന്യു, ഷമ്മി, തിലകൻ എന്ന് പറയുമ്പോൾ ഈ തിലകൻ അല്ലെങ്കിൽ ഷമ്മി എന്നൊക്കെയുള്ള പേര് നമുക്ക് തരുന്ന ഒരു എന്താ പറയുന്നത്, അത്രയും ആൾക്കാർക്ക് ഇഷ്ടമുള്ള രണ്ട് താരങ്ങൾ. പിന്നെ നിങ്ങളുടെ വീട് നിറച്ച് താരങ്ങൾ, ഡബ്ബിങ്, അങ്ങനെ തുടങ്ങി സിനിമയുടെ എല്ലാ മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരെന്ന് വരുമ്പോൾ നമുക്കതൊരു പേടിയും കൂടെ അല്ലേ? കാരണം തിലകൻ സാറ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഷമ്മി ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ, അപ്പോൾ അതിപ്പോഴും നമുക്കൊരു എന്താ പറയുന്നത് ലെഗസി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കൊരു പേടിയും കൂടെ അല്ലേ? അതെ, എനിക്കത് ഭയങ്കര പേടിയായിരുന്നു. കാരണം അച്ഛൻ എൻ്റെ അഭിനയം അച്ഛൻ്റെ അച്ഛൻ്റെ അഭിനയമായിട്ട് കമ്പയർ ചെയ്യുമെന്നോ, കാരണം അവരുടെ അടുത്ത് ഞാൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നടക്കേട് തന്നെയാണ്. ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഓരോ ദിവസം ഇങ്ങനെ അടുക്കുന്നോറും ഡിസംബർ 20 ആവുന്നോറും എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അവസാനം ഡിസംബർ 19 ആയപ്പോഴത്തേക്ക് ഞാൻ അന്ന് എറണാകുളത്താണ്. അന്ന് ഞാനൊരു 7:30-8 മണിയൊക്കെ ആയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു, ഫസ്റ്റ് പടമാണ്, ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അതിന് ആ രീതിയിലേ കാണുകയുള്ളൂ, എൻ്റെ അഭിനയത്തിന് അച്ഛൻ്റെ അഭിനയമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, ഇനി അവസരം കിട്ടി ഞാൻ ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ ബെറ്റർ ആക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ നെപ്പോ കിഡ്സ് എന്നൊക്കെ പറയുമ്പോഴും ഈ കമ്പാരിസൺ എന്നും നമുക്കത് ഉണ്ടാവും അല്ലേ? നമ്മൾ എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലും ആൾക്കാർ കാണും. ഇപ്പം എല്ലാവരും പറയുന്ന ശബ്ദം, ഇപ്പൊ ഷമ്മി ചേട്ടന്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മാൻലി ആയിട്ടുള്ള ശബ്ദമാണ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പക്ഷെ അതിനേക്കാൾ വകയുള്ള നിങ്ങളുടെ ശബ്ദം ഭയങ്കര രസമാണ് കേൾക്കാൻ, തിയേറ്ററിലും അല്ലാതെയും. എനിക്ക് തോന്നുന്നു അതിനൊക്കെ തന്നെ പ്രത്യേക ആരാധകരുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഇവിടെ എല്ലാരും ചിരിക്കുന്നു. അതേന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഓഡിയോ അയക്കാറുണ്ട്, ഒരു ഹായ് മെസ്സേജ് അയക്കാറുണ്ട്, ഒരു ഹായ് പറയുന്ന ഒരു ഓഡിയോ ഇടാവും. ഒരുപാട് ഒരു കമന്റ് ചെയ്യാറുണ്ട്, അച്ഛൻ്റെ ഒക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, ചേട്ടാ ഒരു ഹായ് തരുമോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് കുറെ വന്നിട്ടുള്ള ചേട്ടാ ഒരു ഹായ് പറഞ്ഞൊരു ഓഡിയോ അയക്കാവോ. ഇന്നലെ ഒരു പയ്യൻ എനിക്കൊരു മെസ്സേജ്, അവൻ്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ അപ്പോൾ വിഷ് ചെയ്യാവോ. ഞാൻ പറഞ്ഞു അവൻ്റെ അക്കൗണ്ടിങ് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ അവൻ്റെ അക്കൗണ്ട് അയച്ചിട്ട് ഞാൻ അവന് മഹേഷ് അങ്ങനെ എന്തോ എൻ്റെ പേര്, ഹാപ്പി ബർത്ത്ഡേ മഹേഷ് എന്ന് പറഞ്ഞ് ഞാനൊരു ഓഡിയോ അയച്ചു കൊടുത്ത്, എന്തോ റിപ്ലൈ അയച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇനി ബർത്ത്ഡേ വിഷ് ചെയ്യേണ്ടവരൊക്കെ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. മെസ്സേജ് എല്ലാം ചെക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശബ്ദത്തിന്, കാരണം വളരെ കുറച്ച് നടന്മാർക്കൊക്കെയാണ് ഭയങ്കര ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ മാൻലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ശബ്ദമാണ്. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് അഭി, ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? ശബ്ദത്തിന് തന്നെ ആരാധകരുള്ള നടൻ അല്ലേ? അപ്പൊ ഈ ഭയങ്കര ശരിക്കും ഷൈ ആണോ? കുറച്ച് ഒന്ന് കംഫർട്ടബിൾ ആകാൻ കുറച്ച് സമയം എടുക്കും. അന്നപ്പോൾ ഞാൻ വിചാരിച്ചേ, ആദ്യം കണ്ടപ്പം ഫോണിൽ സംസാരിച്ചപ്പോൾ ഭയങ്കര ഒരു പാവമായിട്ട് തോന്നി, പക്ഷെ കയറി വന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു ആടെയാന്ന് തോന്നുന്നു. അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടായി അറിയില്ല, കേൾക്കാരും പറയുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു കേട്ടോ. ഞാൻ എല്ലാവരും പറഞ്ഞു അയ്യോ പാവമാന്ന് തോന്നുന്നു, കാരണം നമ്മളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഭയങ്കര, പക്ഷെ കയറി വന്നപ്പോൾ ഒന്നാമത് ഭയങ്കര ലുക്കിലൊക്കെയാണ് കയറി വരുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ അധികം സംസാരിക്കുന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജാടയായിരിക്കും എന്നുള്ളത് തന്നെ. ഈ മാർക്കോടെ എന്താ പറയുന്നത്, കഥ കേൾക്കുമ്പോൾ ഇത്രയും വലിയൊരു ഹിറ്റ് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? പാൻ ഇന്ത്യൻ മൂവിയാണ്, പിന്നെ അതുപോലെ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടാണ്. ഞാൻ കാണുമ്പോൾ തന്നെ ഗംഭീരമായ രീതിയിലാണ് പടം മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ പടം ഹിറ്റാവുമെന്ന് എനിക്ക് ആ ടൈമിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ ലെവലിൽ പോകുന്നൊന്നും ഞങ്ങൾ ആരും ജന്മത്തിൽ വിചാരിച്ചില്ല. എന്തായാലും അത്രയും പോയതിൽ ആ ഒരു വിജയത്തിന്റെ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം ആയി കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയൊരു ഭാഗം അല്ല, ഒരു വില്ലനെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇത്രമേൽ സ്നേഹിക്കുന്ന അടുത്ത കാലത്ത് നിങ്ങളെ ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? അത് ഇപ്പോഴും എനിക്കറിയില്ല. ഇത്രയും ഒരു എൻ്റെ അച്ഛൻ പറഞ്ഞാൽ ഇത്രയും ഒരു നിറയട്ട ഒരു വില്ലനെ അച്ഛൻ പറഞ്ഞ തിയേറ്ററിൽ തന്നെ പോയപ്പോഴത്തേക്ക് ആളുകൾ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അഭിനയം കണ്ട അച്ഛൻ എന്നുള്ള പറഞ്ഞ് ഇത്രയും വലിയ നിറകേടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു, തിയേറ്ററിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും നിറകേട്
ഇത്രയും ചെയ്തിട്ട് വെച്ചിട്ട് പോലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ മെസ്സേജ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തോന്നുന്നു മാർക്കോയിൽ കുറച്ചുകൂടെ ഹെയർ ഒക്കെ ഒന്ന് അല്ലെ ട്രിം ചെയ്തിട്ടുണ്ട്, അതിലും നിങ്ങളുടെ നോസ് ഒക്കെ കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ലുക്കിൽ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? കാരണം നോർമലി അഭിമന്യുവിൽ നിന്ന് റസൂലിലേക്കുള്ള ഒരു അത് ഹനീഫ് സാറും മേക്കപ്പ് ചെയ്യുന്ന എന്താണ് സുധിച്ചേട്ടനും അല്ല എത്ര നാളത്തെ ഒരു കഷ്ടപ്പാടായിരിക്കും ആ ഒരു ബോഡി ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനോ? അത് ഈ പറയുന്ന പോലെ എനിക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി 8-നാണ് എന്നെ ഉണ്ണിച്ചേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 ദിവസം സമയം ഉണ്ടായിരുന്നുള്ളൂ. മെയ് 2 ആയിരുന്നു ഷൂട്ട് തുടങ്ങുന്നത്. അതിനു മുന്നേ ഇങ്ങനെ ടെസ്റ്റ് അങ്ങനെ ഇപ്പൊ കുറെ ഓഡീഷൻസ് അങ്ങനത്തെ കുറെ പരിപാടികൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഓഡീഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് അഭിനയിക്കായിരുന്നു. അതെ, എനിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വീട്ടിൽ ഇരുന്ന് കുറെ ചെയ്ത് ആദ്യം അച്ഛൻ്റെ മുമ്പിൽ ചെയ്യാൻ നോക്കി, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ചെയ്തിട്ട് ഒരു ഇതില്ല, ഞാൻ ചത്ത പോലെ നിൽക്കും, എനിക്ക് പേടിയായി പോയി. പിന്നെ അച്ഛൻ പറഞ്ഞ് ശരി നീ അവനും കൂടെ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചതാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി, ഞങ്ങൾ ക്യാമറ ഇടയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ അയച്ചു കൊടുക്കും. അത് തന്നെ ഫ്ലോപ്പായിരുന്നു, അത് തന്നെ ഫ്ലോപ്പ്. പിന്നെ എങ്ങനെയോ അതിൻ്റെ ഷൂട്ടിങ്ങിന് പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ ടെൻഷൻ അടിച്ച് അത് വേറെ ഇല്ലാത്തൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷനൊന്നും എങ്ങനെ അഭിനയിക്കാൻ അറിയാവോ എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു പേടി. എന്നിട്ട് മെയ് 1 രാത്രിയാണ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുന്നത്. അന്നേരം ആലോചിച്ചപ്പോൾ ഇത് അഭിനയിച്ച് മാത്രം പോരല്ലോ, ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ചെയ്യുമ്പോൾ ക്യാമറയുടെ പുറകിൽ ഇത്രയും വലിയൊരു ക്രൂ ഉണ്ട്, ഇവരൊക്കെ മുമ്പിൽ നിന്ന് എങ്ങനെ ഞാൻ ചെയ്യും? കാരണം ഞാനാണെങ്കിൽ ഭയങ്കര ഒരു ഷൈ പേഴ്സണാണ്, ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഞാൻ ചെയ്യും എന്നായിരുന്നു എൻ്റെ പേടി. പക്ഷേ ഞാൻ ലൊക്കേഷനിൽ വന്നു, ആദ്യം കണ്ടപ്പോൾ തന്നെ ദൈവം, ഞാൻ പ്രതീക്ഷനേക്കാൾ ഡബിൾ ആളുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ് ആയി. ഇത് അഭിമന്യു അല്ല, ഇത് ആ ക്യാരക്ടർ റസൽ എന്നുള്ള ക്യാരക്ടറാണ്. പിന്നെ ഞാനങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ ചമ്മല് വന്നിട്ടില്ല. സിലിണ്ടർ സ്റ്റാർ എന്നൊരു പേര് വീണു എന്ന് കേൾക്കുന്ന സിലിണ്ടർ സ്റ്റാർ ഒരുപാട്. അത് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏറ്റവും ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്ന ഒരു രംഗമാണല്ലോ ആ സിലിണ്ടർ കൊണ്ട്. നമ്മൾ ഇപ്പൊ പറയാലോ, ഇപ്പൊ എല്ലാരും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു രംഗം സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സ്ക്രിപ്റ്റിൽ അവരൊരു പക്ഷേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നോട് പറയുന്നത് അന്ന് ചെയ്യുന്നതിന്റെ രാവിലെയാണ് എന്നോട് പറയുന്നത് ഇങ്ങനൊരു സാധനമുണ്ട് എന്ന്, നീ അത് ഇതാണ് ചെയ്യേണ്ടത്, കൊച്ചിനെ ഇതിൽ അടിക്കണം, അത് നീ നിന്റെ രീതി ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു അത് ആ ഒരു സംഭവം. അല്ല അത് സ്വന്തമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് സ്വന്തമായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അടുത്ത് അടിക്കാനാ പറഞ്ഞുള്ളൂ. ഞാനത് അടിച്ചിട്ട് ആക്ച്വലി ആ കുട്ടിയുടെ തലയിൽ സിലിണ്ടർ വെച്ചിട്ട് അതിനകത്ത് ഇരിക്കുന്നത് ഞാൻ. എന്നിട്ട് അതിനുശേഷം മറ്റേ പെൺകുട്ടി ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഞാൻ ക്യാമറയോട് നോക്കി ഇങ്ങനെ ബ്ലഡ് നിന്നൊക്കെ എടുക്കുന്ന സീനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എങ്ങനെ പറ്റി അഭിമന്യു അങ്ങനെ ചെയ്യാൻ? അവിടെ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു, ആ കുട്ടികൾ രണ്ടുപേരും ഇല്ല, ചെയ്യുമ്പോൾ ആരും ഇല്ലല്ലോ. ആകെ എനിക്ക് വിഷമം വന്ന സീൻ വെച്ചാൽ ആ പെൺകുട്ടിയുടെ തന്നെ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീൻ, മുടിയെ പിടിച്ച് വലിക്കുന്നത്. അതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളുടെ മുടിയെ പിടിച്ച് വലിക്കുന്നത് എനിക്കൊരു വിഷമമായിരുന്നു. അതെനിക്കൊരു ഒരു വിഷമം എന്ന് പറഞ്ഞിട്ട് അതേ ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കണ്ട ആൾക്കാർ തലകറങ്ങി വീഴുന്നു, ഛർദ്ദിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, മാർക്കോ ഇറങ്ങിയ ഫസ്റ്റ് ദിവസം എൻ്റെ ക്രൂവിൽ തന്നെ എഡിറ്റർ വിളിച്ചിട്ട് മാം സിനിമ കണ്ട മാം ഉറപ്പായിട്ടും ബോധം കെട്ട് വീഴും എന്ന് ഫസ്റ്റ് ഡേ തന്നെ പറയാണ്. അപ്പം അത്രയും അഭിനയിച്ച് നിങ്ങൾ ഫലിപ്പിക്കുകയാണ് അല്ലേ? അയ്യോ, ആലോചിക്കാമോ ഇത്രയും ഒരു കൊടുകൂര വില്ലൻ കഥാപാത്രം ചെയ്ത് എങ്ങനെയാണ് അത് വരാൻ പറ്റിയത്? ശരിക്കും ഹനീഫ് സാറിന്റെ എന്താണ് ക്യാരക്ടർ അത് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. എനിക്ക് അന്നേരം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു സംഭവം, ഈ സിലിണ്ടറിന്റെ കാര്യം ഞാൻ ചെയ്തിട്ട് വീട്ടിൽ പറഞ്ഞു അമ്മ നീ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു പിന്നെ അതെന്ത് അങ്ങനെ വെച്ചിട്ട് ആവശ്യമില്ല. അമ്മ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാന്ന് കുഴപ്പമില്ല. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ എല്ലാം വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്താ പറയുക, റൂമിൽ ചെല്ലുമ്പോൾ അമ്മയുടെ അടുത്ത് എല്ലാം വിളിച്ച് പറയും. അപ്പൊ അമ്മയ്ക്ക് ആദ്യം ഭയങ്കര എൻ്റെ ആവശ്യം എന്തിനാ അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ അടുത്ത് എന്ത് ചെയ്യുമ്പോൾ ഞാനത് ചെയ്യും. ഈ അമ്മ ഇത് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തായിരുന്നു അമ്മയുടെ? അമ്മ ശരിക്കും സിനിമ എൻജോയ് ചെയ്യുമായിരുന്നില്ല. അമ്മ ശരിക്കും ഞാൻ എന്നിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ആ ടെൻഷനായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. ഒറ്റക്കുട്ടിയാണ് കേട്ടോ. അവർക്ക് രണ്ടുപേർക്കും ആ ടെൻഷനായിരുന്നു. കാരണം ഞാൻ നന്നായിട്ട്, ഓഫ് കോഴ്സ് അവർക്ക് അതായിരിക്കുമല്ലോ ടെൻഷൻ, ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ഓക്കെ ആണോ എന്നുള്ളതായിരുന്നു. അമ്മ പിന്നീട് അമ്മ അപ്പുറത്തെ എൻ്റെ വീട്ടിനകത്ത് കുറച്ച് നെയ്ബേഴ്സ് ഉണ്ട്, അവരോട്ട് പോയപ്പോഴാണ് വീണ്ടും കണ്ടുപോയി. അപ്പോഴാണ് അമ്മ എൻജോയ് ചെയ്യുന്നത്. അതുവരെ ഇവർ രണ്ടുപേരും പിന്നെ അവരെങ്ങനെയുണ്ട് ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയുള്ള
ഇരിപ്പായിരുന്നു അച്ഛനും അമ്മയും. എന്നിട്ട് ആ രണ്ടാമത് കണ്ടിട്ട് എന്താണ് അമ്മ പറഞ്ഞത്? അതാണ് അറിയേണ്ടത്. അത് ഞാൻ ചോദിച്ചില്ല, അത് ചോദിക്കാനുള്ള സാഹചര്യം കിട്ടിയ കാരണം പിന്നെ ഇരിക്കപ്രതിയില്ലാത്ത ഓട്ടമായിരുന്നു ഓരോ അതെ കാര്യങ്ങൾ. അതെ അതെ. എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോലും സ്ക്രിപ്റ്റുകൾ കേൾക്കുകയാണ് പൊതുവെ. സ്റ്റോറി കേൾക്കാൻ ഇത്രമേൽ പ്രതീക്ഷ മലയാളികൾക്കും ഉണ്ട്, അബിയുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർക്കും ഉണ്ട്. എന്താണ് അങ്ങനെ സ്ക്രിപ്റ്റുകൾ കേൾക്കുമ്പോൾ അബിക്ക് എന്താണ് തോന്നുന്നത് ഇപ്പം? കാരണം ഇത്രയും നാളും കാത്തിരുന്നവരിടത്തേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അല്ല, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വന്നു, പക്ഷെ ഞാൻ വാരി വലിച്ച് ചെയ്യുന്നില്ല. നല്ലത് നോക്കി മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞത് സ്ക്രിപ്റ്റ് വായിക്കണം, വായിച്ചിട്ട് വളരെ നോക്കി കഴിഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് കമ്മിറ്റ് ചെയ്തേക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബേബി ഗേൾ എന്നുള്ള ചാക്കോച്ചനായിട്ടുള്ള ഒരു പടം. എന്ത് ജോണറാണ് അപ്പം? അതൊരു ഇൻവെസ്റ്റിഗേഷൻ സംഭവമാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പം എല്ലാവരും അബിയുടെ ഈ വില്ലൻ ക്യാരക്ടറിനെ ഇതാക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും കൂടുതലും നടന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു നായക വേഷത്തിലൂടെ തുടങ്ങണം എന്നാണ്. അപ്പം എന്തുകൊണ്ട് എന്നിട്ടും ഈ വില്ലൻ വേഷം ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു? അല്ലെങ്കിൽ ഇത് വേണ്ട, നായകൻ വരട്ടെ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? ഓഫ് കോഴ്സ് എല്ലാവർക്കും ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് പടം എന്നല്ല, ഏത് പടമാണെങ്കിലും നായകൻ തന്നെ ചെയ്യണമെന്നായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. എനിക്ക് നായകനായാലും വില്ലനാണെങ്കിലും എനിക്ക് അതിപ്പോൾ ചെറിയൊരു സീൻ, ചെറിയ പടത്തിലൊരു ഒരു 3-4 സീനേ ഉള്ളെങ്കിൽ പോലും അത് ഐക്കോണിക് ആയിട്ടുള്ളൊരു സാധനം ആയിരിക്കണം. എനിക്ക് അതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും വേണം, അതേ ഞാൻ നോക്കിയുള്ളൂ. ഹനീഫ് സാർ എൻ്റെ അടുത്ത് കൊണ്ടാൽ നിനക്ക് ഇതിനകത്ത് ചെയ്യാൻ ഒരുപാട് സാധനമുണ്ട്, ഓക്കെ. പക്ഷെ ഞാനത് ഹനീഫ് സാർ എനിക്ക് ഒരുപാട് ചെയ്യാൻ സാധനം ഒന്നും ഞാൻ അത്രയ്ക്ക് എന്നാലും ഉപയോഗിച്ചില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടെ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ഞാനത് യൂസ് ചെയ്തതാണ്. ഇപ്പം ഈ മാർക്കോ ഇറങ്ങി ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ പലരും പറയുന്നുണ്ട് നായകനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട വില്ലൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അങ്ങനൊന്നുമില്ല, ഉണ്ണിച്ചേട്ടൻ്റെ അവിടെ പ്രൂവ് ചെയ്ത ആളാണ്, നമുക്ക് അറിയാം. അങ്ങനെ കേൾക്കുമ്പോൾ, കാരണം പല ആൾക്കാർക്കും പല അഭിപ്രായമല്ലേ, അപ്പൊ അങ്ങനെ പലരും പറയുന്നു. സന്തോഷം, അതും ഉണ്ണിച്ചേട്ടനോട് ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ പറയുന്നത്. ഇപ്പം അച്ഛൻ്റെ കാര്യം പറയുമെങ്കിൽ ഷമി ചേട്ടന് സ്ക്രീനിലേക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് എന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെയാണ് അബി എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാഗ് എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ അഭിനയിക്കൽ ഫീൽ ചെയ്യിക്കുകയാണ് ആൾക്കാരെ അല്ലേ. അപ്പം അത് വന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്തായിരിക്കും? അങ്ങനെ അതെല്ലാം നമ്മുടെ ആ ക്യാരക്ടർ എന്താണോ അതങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. ഹനീഫ് സാറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞോ അതേപോലെ ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ, അതേ ഉള്ളൂ. അച്ഛൻ, കൊച്ചച്ഛൻ, ഇങ്ങനെ ഒരു ലെഗസി ഉണ്ട്. അത് എത്രത്തോളം അബിയുടെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? അഭിനയം എൻ്റെ ഏറ്റവും വലിയ പേടി അത് തന്നെയാണ്. കാരണം അവർക്ക് ഞാൻ എൻ്റെ അഭിനയം കാരണം അവരുടെ അതിനൊരു ചീത്തപ്പേരുണ്ടാവുമോ എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ ഒരു പേടി. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അപ്പനും ഒക്കെ ഈ പ്രഷർ കൊടുത്തിരുന്ന ആ ഒരു സപ്പോർട്ട് സ്നേഹവും എനിക്കിതിൽ അവർ തന്നു. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയ കാര്യം. ഒരുപാട് ഒരു നല്ല മെസ്സേജ് എനിക്ക് അതിൻ്റെ കാര്യം മെസ്സേജ് അയച്ചു. അതെ, ഇത് റസലായിട്ട് വരുമ്പോൾ, ഇത് സിനിമയായിട്ട് കണ്ടപ്പോൾ ഏത് ഭാഗമായിരിക്കും കുറച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് തോന്നിയിരുന്നു ഒന്നുകൂടെ ചാൻസ് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമായിരിക്കും അങ്ങനെ ഏറ്റവും തോന്നിയത് നന്നാക്കണം എന്ന്? എനിക്ക് സത്യം ഏറ്റവും കൂടുതൽ തോന്നിയത് ഡബ്ബിങ്ങിലാണ്. ഡബ്ബിങ്ങിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബെറ്റർ ആക്കായിരുന്നു എനിക്ക് തോന്നിയത് ഡബ്ബിങ്ങിലായിരുന്നു. എനിക്ക് സൗണ്ട് കൊള്ളാമെന്ന് പറയുന്നതും ഇപ്പൊ ഡബ്ബിങ് ചെയ്യാൻ അതിൻ്റെതായ ഒരു ലോജിക്ക് വേണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഡബ്ബിങ്ങിലാണ്. അഭിനയം പാടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡബ്ബിങ്ങിൽ ഞാൻ ശരിക്കും നിന്ന് ഫസ്റ്റ് ഡേ നിന്ന് ഞാൻ തിരിച്ച് എന്നെ അന്നത്തെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോയപ്പോൾ ഞാൻ എന്ത് ഫ്ലോപ്പാണ്, ഞാൻ തിരിച്ച് കാറ് പോകുമ്പോഴേക്കാളും എന്ത് ഫ്ലോപ്പാണ്, ഞാൻ ഇത്ര തോൽവിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇരുന്നത്. പിന്നെ സെക്കൻഡ് ഡേ വന്ന് ഞാൻ ആ ഒരു വാശി വെച്ച് ഞാൻ മുഴുവൻ ഇരുന്ന് കറക്റ്റ് ചെയ്താൽ. ഫസ്റ്റ് ഡേ എൻ്റെ അച്ഛൻ വന്നിരുന്നു, അച്ഛൻ അവരോട് ഇരിക്കുമായിരുന്നു, കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അച്ഛനുള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് പേടി, പക്ഷെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ സെക്കൻഡ് ഡേ അച്ഛനില്ലായിരുന്നു. എന്നിട്ട് അപ്പോൾ എനിക്ക് ആ ഒരു ലോജിക്ക് കിട്ടി. പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡേ കൊണ്ട് ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തെടുത്തു. ഇപ്പം ഈ കഥാപാത്രവുമായിട്ട് ഹനീഫും ഉണ്ണിയൊക്കെ സമീപിക്കുമ്പോൾ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്തായിരിക്കും? നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ തന്നെ. ഡയറ്റ്, ആ ഒരു ഭയങ്കര ഫുഡിയാണല്ലേ, കട്ട ഫുഡിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ ഒരു ഇന്നതൊന്നുമില്ല, അത്യാവശ്യം ബർഗർ, ഫ്രൈഡ് റൈസ്, എല്ലാ ജങ്കും കഴിക്കും. എന്നിട്ട് ഇതായിരുന്നു ഏറ്റവും വെല്ലുവിളി. അതായത് 3 മാസം ഞാൻ അന്ന് ചോറ് തീറ്റി നിർത്തിയതാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ചോറ് കഴിക്കുന്ന സദ്യക്ക്, ഓണസദ്യ, പിന്നെ ഇടയ്ക്ക് ഏതൊരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ ചോറ് കഴിച്ചു. വിരലെണ്ണാമത്തെ തവണ ഞാൻ അതിന് ശേഷം ഞാൻ ചോറ് കഴിച്ചു. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം 3 മാസം തൊട്ടിട്ടേ ഇല്ല, കഴിച്ചിട്ടേ ഇല്ല. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യം പറഞ്ഞു. ഓണത്തിന് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഏതോ ഒരു മാരേജ് ഫംഗ്ഷൻ കണ്ടപ്പോൾ എവിടെയോ പോയപ്പോൾ ഞങ്ങൾ ചോറ്
കഴിച്ചു, അതേ ഉള്ളൂ. ഇപ്പം അച്ഛൻ്റെയും അച്ഛൻ്റെയും ഒക്കെ എടുത്തുനിന്ന് അഭിനയത്തിൽ എടുത്തിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയാണ് അച്ഛൻ എന്ന് പറയുന്നല്ലേ. അപ്പം അദ്ദേഹത്തിന്റെ ചെറുമകൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പം കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ടുള്ള പാഠങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ പാഠങ്ങളായിട്ടില്ല, ഞാനതെല്ലാം നോക്കി. പക്ഷെ എന്നാ കോപ്പിഡി ആവരുത്, എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ച് റെഫർ ചെയ്തു. ഗോഡ് ഫാദറിലെ ആ സംഭവം അതൊക്കെ. പിന്നെ എല്ലാം ഈ മോഡുലേഷൻ ആണല്ലോ എല്ലാവരും. മോഡുലേഷൻ അതൊക്കെ അച്ഛനും കുറെ ഇതൊക്കെ പറഞ്ഞു തന്നു. മോഡുലേറ്റ് ചെയ്യുന്നതും ലുക്കും കാര്യങ്ങളും എങ്ങനെ നോക്കണം, നമുക്ക് സ്ക്രീൻ മുമ്പിൽ നിൽക്കേണ്ട രീതി, അതെല്ലാം കുറെ പറഞ്ഞു തന്നിരുന്നു. ഇപ്പം ഇത്രയും ഒരു പ്രശസ്തമായ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അത്രയും പ്രേക്ഷകർക്കും അത്രയും പ്രതീക്ഷ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? കാരണം അതൊരു പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര പേടിയായിരുന്നു. പേടിയായിരുന്നല്ലേ, ഇനിയും അത് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ എന്റേതായ രീതിയിലൊന്ന് നിൽക്കുന്നിടം വരെ എനിക്ക് എന്തായാലും. അപ്പൊ ഈ ഫസ്റ്റ് സിനിമയിൽ ഇപ്പൊ ഇത്രയും ആൾക്കാർ വന്ന് നല്ലതാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അപ്പൊ ആ ഒരു പ്രഷറിനെയും പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് അഭി? അത് സിനിമ ഇറങ്ങി അതങ്ങ് പയ്യെ മാറുമായിരുന്നു. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അത് ഫേസ് ചെയ്തല്ലേ പറ്റും. അതിപ്പോ എനിക്ക് പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇൻട്രോവേർട്ട് ആണ്, കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഒരാൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഐ മീൻ സിനിമ ഇറങ്ങി അങ്ങ് യൂസ്ഡ് ആയെന്നേ ഉള്ളൂ. അങ്ങനെ ഹാൻഡിൽ ആവാൻ എന്തായാലും അത് ഫേസ് ചെയ്ത് ഒരു ഇപ്പൊ പറയുന്ന പോലെ December 20 മാർക്കോ റിലീസ് ചെയ്തത്. ആ ദിവസം ആകുമ്പോഴേക്കും ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെ അവിടെ ഹാൻഡിൽ ചെയ്യാന്നുള്ളൊരു സംഭവമായിട്ടില്ല, ഓപ്ഷൻ ഇല്ലല്ലോ എനിക്ക്, എന്തായാലും ഫേസ് ചെയ്യണം. ഇപ്പൊ മാർക്കോയിൽ നമ്മൾ ഈ കാണുന്ന ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമ, പക്ഷെ ഇതിന്റെ പുറകിൽ കുറേ രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ബിഹൈൻഡ് ദ സീൻ എന്തെങ്കിലും ഒരു സംഭവം പറയാമോ? പറയുമ്പോഴേ ചിരിക്കുന്നത് എന്താണ്? അതെന്ന് വെച്ചാൽ മൂന്നാർ ഷൂട്ടിങ്, ഇത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. മൂന്നാർ ഷൂട്ടിങ്ങില് ഉണ്ണിച്ചേട്ടൻ എന്നെ എപ്പോഴും കളിയാക്കുന്നൊരു കാര്യമാണ്. മൂന്നാർ ഷൂട്ടിങ്ങിൽ ആ ഒരു സീനില്ലേ, ഞാൻ ഉണ്ണിച്ചേട്ടനുള്ള ഫൈറ്റ് കഴിഞ്ഞിട്ട് ഒരു മൂലയ്ക്ക് കൊണ്ട് ഞാനിങ്ങനെ അവിടെ താഴെ കിടക്കും. ഉണ്ണിച്ചേട്ടൻ വന്ന് കാലെടുത്ത് എൻ്റെ ഇങ്ങനെ ഇവിടെ ചവിട്ടി വെക്കും. അപ്പോൾ ആ ഷോട്ടിന് കുറച്ച് മുന്നേ ബിസ്ക്കറ്റ് കൊണ്ടുവന്നായിരുന്നു കഴിക്കാനായിട്ട്. നല്ല വിശന്നിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്യാരവൻ വരെ നമ്മുടെ ഫുഡ് ചെയ്യുന്ന സ്ഥലം വരെ നല്ല ദൂരമുണ്ട്. അപ്പോൾ അങ്ങ് വരെ പോയി കഴിക്കാൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊക്കെ വരും, ക്ഷീണിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെച്ച് കഴിച്ചല്ലോ. അപ്പോൾ അന്ന് പെട്ടെന്ന് വിശന്നപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കൊണ്ടും ചേട്ടൻ കുറച്ച് ബിസ്ക്കറ്റ് തരണമെന്ന് കുറച്ച് ബിസ്ക്കറ്റ് ഞാൻ അടുത്ത് കൈ വെച്ചത്. അപ്പോൾ ഈ ജാക്കറ്റ് ആയിട്ട് അകത്ത് വെക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് ഷോട്ട് പിടിച്ചപ്പോഴത്തേക്ക് ബിസ്ക്കറ്റ് അത് കയറ്റി വെച്ച്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ആ സീൻ മഴ നനഞ്ഞിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് കവറുണ്ട്, ഇത് പോക്കറ്റ് ഇരിക്കുന്നു. ഉണ്ണിച്ചേട്ടൻ മുന്നൊരു ഒറ്റ ചോട്ട് നെഞ്ചത്ത് ഇതെല്ലാം പൊട്ടിക്കാത്ത പാക്കറ്റാണ്. ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഷോട്ടായി എന്ന് പറഞ്ഞ് വേഗങ്ങൾ കയറി ഒറ്റ ചോട്ട്. അപ്പോൾ ഉള്ളി വെച്ച് എന്താണ് ഉപയോഗിച്ച് എന്തോ ഫോൺ വല്ലോണം ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞ റസലിന്റെയും മാർക്കോയും എന്നിട്ട് ബിസ്ക്കറ്റ് കൂടെ നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഈ സീൻ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബിസ്ക്കറ്റ് കമ്പനിക്ക് തന്നെ പ്രൊമോഷൻ ആയത്. അല്ല, അത് ഷെറീഫിക്കയുടെ പ്രൊഡ്യൂസറിന്റെ മകള് അവരെല്ലാരും എന്നെ ബിസ്ക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും പുതിയൊരു പേര് കിട്ടി, ഇതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അല്ല, അവര് പറഞ്ഞു, അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അവരുടെ ചോദിച്ചു ഇങ്ങനെ എന്നെ പറഞ്ഞു ബിസ്ക്കറ്റ് വില്ലൻ അങ്ങനെ എന്തോ നമ്മള് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു കുട്ടിയുടെ മുടിക്ക് പിടിക്കുന്ന ആ സീൻ ഭയങ്കര, ആ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ് അല്ലെ. എനിക്ക് തോന്നുന്നു അബിയോട് സംസാരിക്കുമ്പോൾ ഒറ്റ കുട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് വീട്ടിലൊക്കെ പാമ്പർ ചെയ്ത് അങ്ങനത്തെ ഒരാളായിരുന്നു. അങ്ങനത്തെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് ഒന്നുമില്ല, ഫ്രീ ആയിരുന്നു. ഞാൻ എല്ലാം വീട്ടിൽ ചെന്ന് പറയുന്ന ഒരാളായിരുന്നു. അങ്ങനെ എന്നെ ഒരു കാര്യത്തിന് റെസ്ട്രിക്ഷൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം ഒന്ന് പറയും, എല്ലാം ഒന്ന് ഷെയർ ചെയ്യും. അതുകൊണ്ട് അവർക്കൊരു വിശ്വാസം. നല്ല കുട്ടിയായിരുന്നു എന്നർത്ഥം. നല്ല കുട്ടിയാണ് നല്ല ആണ് അല്ലേ? അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കുഴപ്പത്തിനൊന്നും ചെന്ന് പെടാല്ല. ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ചിലപ്പോൾ ട്രിഗർ ആവാറുള്ളൂ. എനിക്ക് തോന്നുന്നു അമ്മയോട് ഭയങ്കര അടുപ്പമാണ് അല്ലേ. അതുപോലെ തന്നെ അച്ഛന്റെ ശബ്ദവും കിട്ടിയിട്ടുണ്ട്. ഈ ശബ്ദം വെച്ച് പലരെയും പറ്റിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എന്താണത്? തിയേറ്ററിൽ വേറെ ഉണ്ടോ? അത് അതൊക്കെ ഉള്ളൂ. തിയേറ്ററിൽ അച്ഛനായിട്ട് ഒരു ദിവസം ചെറിയൊരു പഴക്കായി. അപ്പോൾ പിണങ്ങിയിരിക്കും രണ്ടുപേരും. അപ്പൊ സാധാരണ അച്ഛനെ വിളിച്ച് അച്ഛൻ വന്ന് ടിക്കറ്റ് വിളിച്ച് പറയാൻ വേണ്ടി പറയുമായിരുന്നു. അപ്പൊ അന്ന് പിണങ്ങിയപ്പോഴത്തേക്ക് ചോദിക്കാൻ വയ്യല്ലോ. അപ്പോൾ ചോദിച്ചാൽ അച്ഛൻ പറയൂ, വേറെ കാര്യം ഞാൻ ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഇരിക്കുക. പറയുമ്പോൾ നീ അങ്ങ് പറ എന്നവര് പറഞ്ഞു. എത്ര വയസ്സുണ്ടാവും? അയ്യോ, ഞാൻ പ്ലസ് വൺ പ്ലസ് ടു അല്ല, കോളേജിൽ പഠിക്കുക. ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ എന്തോ പഠിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞാൻ തന്നെ വിളിച്ചു. അതും പേടിച്ചൊക്കെ വിളിച്ചു. ഒരു വിറയലുണ്ട്. കാരണം പൊക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും അന്നത്തെ ആ പ്രായത്തിൽ പേടിയതാ. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതുപോലെ എന്താണ് വിറച്ചെടുക്ക, ഞാൻ
ക്ഷമിയ പിന്നെ എൻ്റെ മകനും അവൻ്റെ 2 ഫ്രണ്ട്സൂടെ വരുന്നുണ്ട് 2 കാണാൻ. ആ ഓക്കെ സാർ ഓക്കെ. അപ്പോഴാണ് ഞാൻ ശ്വാസം വിട്ടിട്ട് എൻ്റെ പൊന്നെ. പിന്നെ ഞങ്ങൾ പിന്നെ ഇത് എപ്പോഴാണ് അച്ഛനോട് തുറന്നു പറഞ്ഞത്? പറഞ്ഞിട്ടൊന്നുമില്ല. ഈ ഇന്റർവ്യൂവിൽ വന്നപ്പോഴും അച്ഛൻ വന്നപ്പോഴാണ് അച്ഛൻ അറിഞ്ഞത്. അപ്പൊ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പുള്ളിയോട് സംസാരിക്കാൻ പറ്റി മിണ്ടിയത് പോലുന്നില്ല. അങ്ങനെ പോയി. ഭയങ്കര കൂൾ ഡാഡാണ്. അച്ഛൻ കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഷമ്മിച്ചേട്ടൻ്റെ കാര്യം എന്തും തുറന്നു പറയും അല്ലെ, വെട്ടി തുറന്നു പറയുന്ന സ്വഭാവമാണ്. അപ്പം അങ്ങനത്തെ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ അഭിമന്യുവിന്? ഇഷ്ടമില്ലാത്തത് കണ്ടാൽ തുറന്നു പറയുന്ന? അല്ല, ഇഷ്ടമല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ എന്താ പറയുക, ഇപ്പൊ എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പൊ എൻ്റെ മാർക്കോൽ അഭിനയിച്ച എൻ്റെ കൂടെ അഭിനയിച്ച മറ്റുള്ള ആക്ടേഴ്സ് ഒക്കെ അവര് ഞാൻ ചേട്ടാ കുറച്ച് ഇങ്ങനെ ചെയ്യും. അപ്പൊ അവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. കുറ്റം പറഞ്ഞ എല്ലാവർക്കും ഇപ്പൊ എന്നെ തന്നെ ഇപ്പൊ അജുവേട്ടൻ വിളിച്ചു. അജുവേട്ടൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിട്ടാ എനിക്ക് നിന്റെ കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ ഏട്ടാ, എനിക്കതാ കേൾക്കേണ്ടത്. എൻ്റെ അച്ഛനും പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനടുത്ത് കുറ്റങ്ങളാണ് പറഞ്ഞത്. എനിക്കതാ കേൾക്കേണ്ടത്. അല്ല നല്ലത് പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല. എനിക്ക് കുറ്റം പറഞ്ഞാൽ എനിക്കത് മിസ്റ്റേക്ക് തിരുത്താൻ പറ്റില്ല. ചേട്ടൻ വേണ്ട, നിന്റെ 1-2 മിസ്റ്റേക്സ് ഉണ്ട്, എനിക്കതാ പറയണ്ട, നീ അത് അടുത്തവർ ബെറ്റർ ആക്കാം. ഞാൻ ചേട്ടാ പറഞ്ഞോളാൻ പറഞ്ഞു. ചേട്ടൻ വിളിച്ചിട്ട് ഇതുപോലെ കാര്യം പറഞ്ഞു, ഇന്ന പോലെയാണ്. അവൻ ചേട്ടാ ഓക്കെ താങ്ക് യു. എനിക്ക് അച്ഛൻ പറഞ്ഞത് തന്നെ പുള്ളി പറഞ്ഞത്, പക്ഷേ പുള്ളി കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. എനിക്കതാ കേൾക്കേണ്ടത്. അത് പറഞ്ഞാലല്ലേ എനിക്കത് അടുത്തതിൽ എന്താണ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഞാൻ അത് കൂടെ വർക്ക് ചെയ്തിട്ട് ചേട്ടാ ഇന്ന പോലെയാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ ഹേർട്ട് ആവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഞാൻ അങ്ങനെ പറയാൻ പോകാറില്ല. ഇപ്പം അജു വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ആര് വിളിച്ചതായിരിക്കും ഓർമ്മ വരിക? അജു ചേട്ടൻ വിളിച്ചതും, പിന്നെ ജയസൂർ ചേട്ടൻ വിളിച്ചു, പിന്നെ 2 ദിവസം മുന്നേ നമ്മുടെ ബാലു ചേട്ടൻ വിളിച്ചു, പിന്നെ അച്ഛനെ കുറെ പേരൊക്കെ വിളിച്ചിരുന്നു. മമ്മൂക്കയുടെ കൂടെയുള്ള ഫോട്ടോയ്ക്കകത്ത് അത് പറയുന്നുണ്ട്, ഇവൻ നാളെ ആരാവുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ പറഞ്ഞ ഡയലോഗിന്റെ താഴെയും കുറെ പേര് വന്ന് എഴുതിയിട്ടുണ്ട്, മമ്മൂക്കിക്ക് അന്നേ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് എന്തായിരുന്നു ആ ഒരു അല്ല എന്താ പറയാ ആ ഡേക്ക് ഉണ്ടായ സംഭവം? അതെ, അന്ന് ആക്ച്വലി അച്ഛൻ്റെ ഷൂട്ട് തീർന്നു. അപ്പോൾ ഞങ്ങൾ പോവാ. അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്കവിടെ ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാനാണ് ചെന്നത്. ചെന്നപ്പോൾ പറഞ്ഞ് ഫോട്ടോ എടുത്തു. അപ്പോൾ എന്താ ഞാനും പുള്ളി നിൽക്കുന്ന ഫോട്ടോ എടുത്തു. അതിനുശേഷം സാറ് പറഞ്ഞു, ഇവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം എന്നിട്ട് പുള്ളിയുടെ ക്യാമറ എടുത്ത ഫോട്ടോ. അതാണ് ആ ദിവസത്തെ സ്റ്റോറി ശരിക്കും. അതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റ നോക്കുമ്പോൾ കണ്ട വേറൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ദുൽഖറും ഗോകുലും അബിയും കൂടെ ഉള്ളൊരു ഫോട്ടോ. അപ്പോൾ അത് എടുത്തിരിക്കുന്നത് സൗബിനുമാണ്. എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? അത് ഞങ്ങൾ 3 പേരും ഫോട്ടോ എടുക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനും ഗോകുലിന്റെ അടുത്ത് പറഞ്ഞു, ഗോകുല് നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. ഗോകുലോട്ട് സൗഹൃദമാണ്. ഗോകുൽ എൻ്റെ അടുത്ത് നല്ലൊരു ഫ്രണ്ട്. ഗോകുല് സിനിമ കണ്ടില്ല, പക്ഷെ എനിക്ക് ഗോകുല് മെസ്സേജ് അയച്ചു, അപ്പൊ ഇതുപോലെ കണ്ടില്ല, പക്ഷെ ഇതുപോലെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ടു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും കാണാൻ പറ്റുമെങ്കിൽ ഇപ്പൊ കാണാം, തീർച്ചയായും കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഗോകുലും ഇക്കയും കൂടെ എന്നിട്ട് എടുത്ത ഫോട്ടോ. അപ്പൊ സൗബിനിക്ക അന്നേരം കാരവാനിലുണ്ട്. കിങ് ഓഫ് കൊത്ത. സൗബിനിക്ക എന്റെ ഫോൺ മേടിച്ചിട്ട് എടുത്തു തന്ന ഫോട്ടോ. ഈ കിങ് ഓഫ് കൊത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആരാണ് സാറ് വിളിച്ചപ്പം ആ സിനിമ ഇപ്പം വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞ സിനിമ ഏതാണ്? ജോഷി സാർ. ജോഷി സാർ വിളിച്ചിട്ട് വേണ്ടാന്ന് അച്ഛൻ പറയുന്നു. അങ്ങനല്ല, എനിക്ക് തോന്നുന്നു ലയണോ ആ സമയത്താണ്, വളരെ ചെറിയ കുട്ടിയായത്. ലയൺ ആയിരുന്നു തോന്നുന്നു, ലയണിലാണെന്ന് തോന്നുന്നു. അന്ന് ദിലീപേട്ടൻ്റെ ചെറുപ്പകാലം ചെയ്യാനായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ അച്ഛനോട് പോയ സെറ്റ് പോയതാ. അപ്പോൾ ഉടനെ ജോഷി സാർ എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരിക്കും, പുള്ളി ഭയങ്കര ഹ്യൂജ് ആയിരുന്നു, താടിയൊക്കെ വെച്ച്. അപ്പോൾ എനിക്ക് പേടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവനെ വിളിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, നീ അഭിനയിക്കുന്നതാന്ന് ചോദിച്ചു. പുള്ളി ആ സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞു, നിനക്ക് ചെയ്യാറുണ്ട്. എനിക്ക് വിഷമമായി. പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, വേണ്ട, നമുക്ക് പിന്നെ ഒരു ദിവസം നമുക്ക് വേറൊരു സമയം ചെയ്യാം, അത് വേറെ കൊടുത്തെന്ന് പറഞ്ഞു. അതായിരുന്നു ആ സ്റ്റോറി. അപ്പൊ ഇനി അങ്ങനെ ഒരു കഥാപാത്രത്തിന് നമ്മളെല്ലാവരും അല്ലേ ഉള്ളുകൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. അച്ഛൻ ചെയ്തു വെച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പം ലയൺ എന്ന് പറഞ്ഞപ്പോൾ എന്തോരം നല്ല കഥാപാത്രങ്ങളാണ്. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഏതായിരിക്കും അബിക്ക്? പ്രജ, ബലരാമൻ, പിന്നെ കസ്തൂരിമാൻ ഇഷ്ടമാണ് എനിക്ക്. അയ്യോ, നമുക്ക് അല്ലേ അത് ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് വർക്കാവുന്നുള്ളതാണല്ലോ അതിന്റെ ലോജിക്ക്. അതെ, വർക്കാവുന്നിടത്താണല്ലോ ഒരു നടൻ ഉണ്ടാവുന്നത്. അത് ഇപ്പം ഇനി അഭിമന്യുവിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും മുന്നോട്ടുള്ളത്? കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സിനിമയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളായി അഭി മാറിയിരിക്കുകയാണ്. അപ്പം മുന്നോട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇനിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാന്യമായ രീതിയിൽ ഒരു നല്ല രീതിയിൽ നിൽക്കണം. മേലോട്ട് പോയില്ലെങ്കിലും ഇപ്പം മാർക്കോൽ ഉണ്ടാക്കി വെച്ചൊരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലാണ് എല്ലാവരും എത്തിച്ചേക്കുന്നത്. ഇപ്പം ഞാനാണേലും ഉണ്ണിച്ചേട്ടനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ച് ചെയ്തു.
ഇനി അടുത്ത ചെയ്യുമ്പോഴും മാർക്കോയ്ക്ക് ചെയ്തതിന് താഴെ പോകരുത് എന്നുള്ളൊരു ഇതേ എനിക്കുള്ളൂ. അഭിമന്യുവിനെ എങ്ങനെയാണ് അഭിനയ ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത്? അയ്യോ അത് അങ്ങനെ ഒരു വിചാരം നമുക്ക് ഉണ്ടാവില്ലേ, ഇങ്ങനെ ആയിരിക്കണം? നല്ലൊരു ആക്ടർ. എനിക്ക് അച്ഛനെയൊക്കെ അവരുടെ പേര് കളയാതെ ആ ഒരു പാരമ്പര്യം കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം, ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ വിചാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോയിട്ടില്ല. ഈ ഇപ്പം വരുന്ന പുതിയ സ്ക്രിപ്റ്റുകൾ എക്സൈറ്റ് ചെയ്യിക്കുന്നത് എന്തായിരിക്കും? ക്യാരക്ടർ തന്നെയാണ് ഞാൻ നോക്കുന്നത്. എനിക്കത് എന്ത് ചെയ്യാനുണ്ട്, പിന്നെ ടീം മേക്കിംഗ് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നന്നായിട്ട് മേക്ക് ചെയ്യാൻ ഇതല്ല എന്നുണ്ടെങ്കിൽ എത്ര സ്ക്രിപ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എത്ര നല്ല സ്ക്രിപ്റ്റ് ഉണ്ടായാലും പടം നന്നായിട്ട് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു റിസൾട്ട് അതിനകത്തുണ്ടാവും. ഇപ്പോൾ ഒരു കഥാപാത്രം അഭിമന്യുവിലേക്ക് ഒരു കഥാപാത്രം മാത്രമാണ് ചെയ്തിരിക്കുന്നതെങ്കിലും എന്തൊക്കെയാണ് മെന്റലി ഫിസിക്കലി ഒക്കെ ഒരു പ്രിപ്പറേഷൻസ് ഉണ്ടാവുക അഭിമന്യുവിന്റെ ഭാഗത്തു നിന്ന്? ഇപ്പോൾ പറഞ്ഞല്ലോ ഈ ഒരു ആക്ടിങ് സ്കൂൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ആക്ടിങ് സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷെ അച്ഛൻ വിട്ടില്ല. മറ്റേ മുംബൈയിലുള്ള ആക്ടർ പ്രിപ്പറേഷനുള്ള അനുപങ്കാരൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് പറഞ്ഞിരുന്നതാണ്. അമ്മയും ഞാനും പ്ലാൻ ചെയ്തിരുന്നേ പറഞ്ഞു വേണ്ട പോകണ്ട, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ സ്റ്റൈലായി പോകും. നമ്മൾ ആക്ടിങ് പഠിക്കുമ്പോൾ അവരുടെ സ്റ്റൈലിലേ പഠിക്കുള്ളൂ. അങ്ങനെ എന്നെ വിട്ടില്ല. അച്ഛൻ പറയുന്നത് വേണ്ട പോകണ്ടെന്ന് പറഞ്ഞു. ഇതിനു മുന്നേ ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അപ്പം അന്നേരവും ഞാൻ 1-2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പടം വരയ്ക്കാനായിട്ട് ഞാൻ പോയിരുന്നു. പക്ഷെ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ പറഞ്ഞു വേണ്ട, അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ സ്റ്റൈലല്ല, അത് അവരുടെ സ്റ്റൈലേ വളരുള്ളൂ. അതുകൊണ്ട് എന്നെ വിട്ടില്ല. പക്ഷെ പോയിരുന്നു, ഞാൻ പോയിരുന്നില്ല, പോയി കുറച്ച് ദിവസങ്ങളൊക്കെ പോയി ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. വളരെ കൊച്ചായിരുന്ന സമയത്ത് ഞാൻ പോയിരുന്നു, നിർത്തി. അല്ല ഇതിപ്പം കൊച്ചച്ഛൻ പറയണ്ടേ അത്രമേൽ എനിക്ക് തോന്നുന്നു അബിയെ വീട്ടിലെല്ലാവരുടെയും ഒരു ആദ്യത്തെ കുട്ടിയായിരുന്നോണ്ട് തന്നെ ആയിരിക്കും അല്ലേ? അച്ഛന്റെ സൈഡിൽ നിന്നുള്ള ആദ്യത്തെ കൊച്ചുമോൻ, അമ്മയുടെ സൈഡിലുള്ള ഏറ്റവും അവസാനത്തെ കൊച്ചുമോൻ. അയ്യോ, അത് ഭയങ്കര രസമാണ്. അപ്പൊ ഈ രണ്ട് വീട്ടുകാർ ഒരു പ്രത്യേകതരം ലാണിനെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ മൂത്ത കുട്ടി, ഇവിടെ ഏറ്റവും ഇളയ കുട്ടി. ഈ കസിൻസ് ഗ്യാങ്, എനിക്ക് തോന്നുന്നു ഞാൻ അബീനെ വിളിക്കുമ്പം കസിൻസ് ഒക്കെ വന്നിട്ട് എല്ലാവരും ഒരു ചെറിയ സെലിബ്രേഷനിലാന്ന്. കസിൻസ് ഒക്കെ എന്താണ് പറഞ്ഞത് സിനിമ കണ്ടിട്ട്? എല്ലാവരും ഹാപ്പിയാണ്. കുട്ടികൾ വരെ പോയി കണ്ടവരും, അമ്മയുടെ സൈഡിലുള്ള കുട്ടികളൊക്കെ പോയി കണ്ടവരുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അബിയും ഹാപ്പിയാണ്, തീർച്ചയായും പ്രേക്ഷകരും. അപ്പം ഇത്രയും സന്തോഷമുള്ള ഒരു സമയത്ത് തന്നെ അഭിമന്യുവിനെ ഇന്റർവ്യൂ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അദ്ദേഹം കൊല്ലത്തുനിന്ന് കൊച്ചി വന്നാണ് ഇന്റർവ്യൂ തരുന്നത്, അതിലും സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അച്ഛൻ്റെയും അച്ഛൻ്റെയും ഒക്കെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന അഭിനയം അഭിയിലുണ്ട്. അത് തുടരുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.